സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, എല്ലാ ദിവസവും നീ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എല്ലാ ദിവസവും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. യാതൊരു ആപത്തും വരാതെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കാത്തു പരിപാലിക്കുന്നു. കരുണാമയനായ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഇന്ന് ഈ ദിവസം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ച് അങ്ങയുടെ വലിയ കരുണയെക്കുറിച്ച് ഞങ്ങൾ അനുസ്മരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സറിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിൽ മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മനുഷ്യനുടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. സ്നേഹമുള്ളവരെ, നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്ന ഈ അത്ഭുതം ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതിന് ശേഷം നടക്കുന്ന ഒന്നാണ്. ഈ ഒരു അത്ഭുതത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കണം. ശതാധിപൻ തൻ്റെ ഭൃത്യൻ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ആളുകളെ അയച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് തൻ്റെ ഭൃത്യനെ ഒന്ന് സുഖപ്പെടുത്തണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആ ഭൃത്യനെ അത്രയധികമായി അവൻ സ്നേഹിച്ചതുകൊണ്ടാണ് യേശുവിനോട് അവനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുവാൻ അവൻ തീരുമാനിക്കുന്നത്. പിന്നീട് ആ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയുള്ള യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ആ ശതാധിപൻ യേശുവിൻ്റെ അടുക്കലേക്ക് ആളുകളെ അയച്ച് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ആ ശതാധിപൻ്റെ എളിമയോടെയുള്ള വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരുന്ന യേശുവിനോട് ആ ശതാധിപൻ ഉണ്ടായിരുന്ന വിശ്വാസം. യേശുവേ, നീ അധികമൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിൻ്റെ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും എന്ന ആ വലിയ വിശ്വാസം ശതാധിപനുണ്ടായിരുന്നു. എന്നാൽ നായിനിലെ വിധവയിലേക്ക് കടന്നു വരുമ്പോൾ അവൾ യേശുവിനെ അറിഞ്ഞിരുന്നോ എന്ന് പോലും സംശയമാണ്. എന്തിന് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവിനോട് തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്നത് പോലും നമ്മൾ കാണുന്നില്ല. എന്നാൽ യേശു അവളുടെ ആവശ്യം തിരിച്ചറിയുന്നതാണ് നമ്മൾ കാണുക. നായിനിലെ വിധവയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഇനിയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത്
തൻ്റെ ആ ഏകപുത്രനായിരുന്നു. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ എല്ലാമായിരുന്നത് ആ ഏകപുത്രൻ മാത്രമാണ്. തൻ്റെ ഏകപുത്രനും ഇതാ തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അവൾ കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവളെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല തൻ്റെ ഏകപുത്രൻ്റെ വിടവാങ്ങൽ. അതുകൊണ്ട് തന്നെ കരങ്ങിയ കണ്ണുകളുമായി അവൾ ആ വിലാപയാത്രയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശുനാഥൻ അവളിലേക്ക് കടന്നു വരിക. പ്രിയമുള്ളവരെ, ആ വിധവയുടെ കരച്ചിൽ യേശുവിൻ്റെ മനസ്സറിയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക, എപ്രകാരമായിരിക്കും ആ വിലാപയാത്ര കടന്നു പോയിട്ടുണ്ടാവുക. ഇവിടെ ആ വചനഭാഗം ഇങ്ങനെ പറയുന്നു: അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സറിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ആ മൃതശരീരവുമായി കടന്നു പോകുന്ന വഴികളിൽ അനേകം ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. കാരണം എല്ലാവരെയും ഒരുപോലെ കരയിച്ച ഒരു സംഭവമായിരുന്നു അത്. ആ ഒരു വിലാപയാത്ര കടന്നു പോകുമ്പോൾ ആ സ്ത്രീയുടെ വേദന തിരിച്ചറിയുന്ന കർത്താവ് അവളോട് പറയുകയാണ്, നീ കരയേണ്ട. പ്രിയമുള്ളവരെ, കർത്താവ് അവളുടെ കരച്ചിൽ കണ്ടതുകൊണ്ടാണ് അവളോട് പറയുന്നത്, നീ കരയേണ്ട ആവശ്യമില്ല എന്ന്. യേശു ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു സ്ത്രീയുടെ മുമ്പിൽ കർത്താവ് അവിടുത്തെ മനസ്സ് തുറന്നെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവിന് അറിയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ കർത്താവ് എപ്രകാരമായിരിക്കും പ്രവർത്തിക്കുക. ഈ സ്ത്രീയുടെ ഏക ആശ്രയമായിരുന്നു ആ മകൻ എന്ന് ആ വിലാപയാത്ര കണ്ടപ്പോൾ തന്നെ യേശുവിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു വ്യക്തിയും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പൂർണ്ണമായും അവളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു അവിടെ പ്രവർത്തിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയത് തൻ്റെ ഏകപുത്രനെ തന്നെയാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ മനസ്സിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുഖം കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാൽവരി മലയിൽ ആ 3 ആണികളിൽ താനും കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ അവിടെയും ഒറ്റയ്ക്കായി പോകുന്നത് തൻ്റെ അമ്മയല്ലേ എന്നൊരു ചിന്ത ഒരുപക്ഷെ യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ആ അമ്മയുടെ വേദന നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ ഇന്ന് ഈ അമ്മയുടെ വേദന മനസ്സിലാക്കി അവിടുന്ന് പ്രവർത്തിച്ചത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരു മേഖലയായിരിക്കാം അത്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിയാൽ അതിനും ശരിയായ കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം പാലസ്തീനായിൽ ഒരു വിധവയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടതയുള്ള ഒന്നാണ്. വിഷക്കാർക്ക് സമമായ ഒരു ജീവിതമാണ് പിന്നീട് ആ വിധവയുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ആരാലും വകവയ്ക്കാതെ, ആരും ഒരു പരിഗണനയും കൊടുക്കാതെ എപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതമായിരിക്കും പിന്നീട് ആ വിധവയ്ക്കുണ്ടാവുക. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിധവയുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പേ തിരിച്ചറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആവശ്യത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആ കർത്താവ് തയ്യാറാണ്. പലപ്പോഴും നമ്മുടെ ജീവിതവും ഈ ഒരു മൃതശരീരവുമായി നടക്കുന്ന രീതിയിലാണ്. നാം എല്ലാവരും പാപം ചെയ്ത് പാപത്തിന് അടിമകളായി മാറുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരവും ഒരു മൃതശരീരത്തിന് തുല്യമായിട്ട് മാറുന്നു. ആ ശരീരവും വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിൽ യേശു നമ്മളെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സ്പർശിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുമോ? ഈ വിധവയുടെ കൂടെ അനേകർ സഞ്ചരിച്ചു എന്ന് വചനം തന്നെ പറയുന്നു. പക്ഷേ അവർക്കാർക്കും ആ വിധവയുടെ കണ്ണീരൊപ്പുവാൻ കഴിയുമായിരുന്നില്ല. എന്തിന്, ആ മൃതശരീരം വഹിച്ചിരുന്നവർക്ക് പോലും ആ അമ്മയുടെ കണ്ണുനീർ ഒപ്പുവാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ കർത്താവ് വന്ന് ആ ശവമഞ്ചത്തിന്മേൽ സ്പർശിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ആ അമ്മയുടെ കണ്ണീരൊപ്പുവാനുള്ള ഒരു വലിയ അത്ഭുതം നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാമം പാപം ചെയ്ത് ഒരു മൃതശരീരത്തിന് തുല്യമായി മാറുമ്പോൾ നമ്മുടെ മേലും സ്പർശിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ കർത്താവിനെ തിരിച്ചറിയുന്ന അവസ്ഥയിലായിരിക്കില്ല നാം അപ്പോൾ. ചുറ്റും പാപത്തിൻ്റെ വലിയ മൂടൽ നമുക്ക് അനുഭവപ്പെടും. ചുറ്റുമുള്ളതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ കണ്ണുകൾ അടയ്ക്കപ്പെടും. ആ അവസരത്തിലും കർത്താവ് നമ്മളെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാക്കണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതം അതെന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒന്നായിരിക്കും. ഞാനും എൻ്റെ ദൈവവും ഒന്നാകുന്ന നിമിഷങ്ങളായിരിക്കും അത്. ഇന്ന് ഈ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് കടന്നു വന്നിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. നമ്മളെ സ്പർശിക്കുവാൻ, നമ്മളെ ഏറ്റെടുക്കുവാൻ, നമ്മളെ ചേർത്ത് പിടിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ നായിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിച്ച് അവൾക്ക് നൽകുമ്പോൾ അവളുടെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ്. തൻ്റെ ഏക ആശ്രയമായിരുന്ന തൻ്റെ മകനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ഒരുപക്ഷേ നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ഒരിക്കലും എനിക്കിനി ഒരു ഉയർച്ചയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ, നിരാശയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു അനുഭവം തീർച്ചയായും ഈ നായിലെ വിധവ അനുഭവിച്ച അതേ അനുഭവം തന്നെയായിരിക്കും. മരിച്ചുപോയ ഒരു വ്യക്തിയെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നതുപോലെ തളർന്നു പോയ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വീണ്ടും ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, വീണ്ടും ഒരു ജീവനുള്ളതാക്കി മാറ്റണമെങ്കിൽ പ്രിയമുള്ളവരെ, അതിനർത്ഥം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അത്രയധികം സ്നേഹിക്കുന്നു എന്നാണ്. ശതാധിപൻ എപ്രകാരമാണോ കർത്താവിൽ വിശ്വാസമർപ്പിച്ചത്, അതുപോലെ വിശ്വാസമർപ്പിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തികൾക്കും യേശുവിനെ അറിയാതിരിക്കുന്ന വ്യക്തികൾക്കും കർത്താവിലേക്ക് കടന്നു വരുവാനുള്ള അവസരമുണ്ട്. അവിടെ കർത്താവ് കടന്നു വരുമ്പോൾ നാം എല്ലാവരും കർത്താവിൻ്റേതായിട്ട് മാറണം എന്ന് മാത്രം. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്ന നിമിഷങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പലപ്പോഴും നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോൾ, നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നവർ നമ്മളെ തിരിച്ചറിയാതെ പോയപ്പോൾ, എൻ്റെ കുടുംബത്തിലുള്ളവർ പോലും എന്നെ തിരിച്ചറിയാതെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഏക ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തു തന്നെയല്ലേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം അനുഭവിച്ചത്. എൻ്റെ തകർച്ചയിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്തിയത് എൻ്റെ കർത്താവായ യേശുവല്ലേ. അതിനെല്ലാം അർത്ഥം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ തകർച്ച കാണുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രിയമുള്ളവരെ, ആ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു തെറ്റുകളെല്ലാം പൊറുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നീ എത്ര കഠിനമായ പാപാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും യഥാർത്ഥമായൊരു അനുതാപം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ് കർത്താവ്. ഒത്തിരിയേറെ ഉപമകളിലൂടെ യേശുനാഥൻ നമുക്ക് കാണിച്ചു തന്ന കർത്താവിൻ്റെ മുഖവും അതുതന്നെയാണ്. നീ യഥാർത്ഥത്തിൽ അനുദപിക്കുവാൻ ശ്രമിച്ചാൽ, തയ്യാറായാൽ നിന്നെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. സ്നേഹമുള്ള ഒരേ കണ്ണയുടെ ജപമാല ചൊല്ലിയ നിമിഷങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവരായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവെ, തുടർന്നും ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങയുടെ വലിയ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നായിലെ വിധവയെ അവൾ പോലും ആവശ്യപ്പെടാതെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നീ എപ്പോഴും കടന്നു വന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
കർത്താവെ തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നീ അതുപോലെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,